ഇത്തവണത്തെ വിഷുവിന് നമുക്കൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയാലോ? ഇതാണ് ചെട്ടിനാട് സ്പെഷ്യൽ ഫ്രൂട്ട് പായസം. ഇതിൽ ഫ്രൂട്ട്സ് ഒന്നും വേവിക്കുന്നില്ല, ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. മാത്രല്ല ഇത് ഉണ്ടാക്കാൻ 5 മിനിറ്റ് കൂടുതൽ സമയം വേണ്ടതാനും. ഫ്രഷ് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് പായസം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹെവിനെസ് തോന്നുകയില്ല. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. പായസത്തിന് വേണ്ടി ഇവിടെ ഞാൻ 4 തരം ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ആപ്പിള്, മുന്തിരി, പൊമഗ്രാനേറ്റ്, പിന്നെ കദളിപ്പഴം കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കാൻ നോക്കുക. സവറായിട്ടുള്ള പുളിപ്പുള്ള ഫ്രൂട്ട്സ് എടുക്കാതിരിക്കാൻ നോക്കുക. പിന്നെ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സും എടുക്കണ്ട. പായസത്തിന് വേണ്ടി അടികട്ടിയുള്ള പാത്രത്തിൽ 1.5 ലിറ്റർ പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കാം, പക്ഷെ ഫ്രഷ് ഫ്രൂട്ട്സ് ആവുമ്പോൾ പിരിയാതെ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പാല് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. നമുക്കിവിടെ എടുക്കാനുള്ളത് ഏലക്കായി ഒരു 3 എണ്ണം ചെറുതാണെങ്കിൽ, കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട് ഒരു 15 മുതൽ 20 എണ്ണം, ബദാമും എടുത്തിട്ടുണ്ട് ഒരു 15 മുതൽ 20 എണ്ണം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഹോട്ട് വാട്ടറിൽ, ചൂടുള്ള വെള്ളത്തിൽ ഒരു 30 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ബദാമിന്റെ തോല് കളയണം കേട്ടോ. അടുത്തതായി നമുക്ക് വേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള പച്ചരിയാണ്. ഒരു 1/4 കപ്പ് വേണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമരിയാണ്. കൈമരിയാവുമ്പോൾ നല്ല ഒരു മണവും രുചിയും തരും പായസത്തിന്. പുഴുങ്ങലരി എടുക്കണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ നട്ട്സ് എല്ലാം കൂടെ ആ വെള്ളത്തോടു കൂടെ ഒരു മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയും അതുപോലെ തന്നെ വെള്ളം ഒഴിവാക്കിയിട്ട് അതേ മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നട്ട്സിന്റെ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ കാര്യാക്കണ്ട. അപ്പോഴേക്കും നമ്മുടെ പാൽ ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് 5-6 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ അരച്ചെടുത്ത നട്ട്സിന്റെയും റൈസിന്റെയും പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ ഇളക്കാൻ തുടങ്ങുക, ഇല്ലെങ്കിൽ കട്ട കുത്തും. തുടക്കത്തിൽ ചിലപ്പം കട്ട കുത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ കീപ്പ് ഓൺ സ്റ്റിറിങ്, ഇളക്കി കൊടുത്തോണ്ടിരിക്കുക, അതങ്ങ് സെറ്റിൽ ആയിക്കോളും. ഇതാ ഇതുപോലെ സ്മൂത്ത് ആയി കിട്ടണം നമുക്ക്. കട്ടയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ചേർത്ത് കൊടുത്ത ആ പേസ്റ്റ് കുക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് പാല് നല്ല തിക്കായിട്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഒരു നല്ലൊരു സ്മെല്ല് വരാറുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഇത് കോരി കുടിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്തിട്ടില്ല എന്നുള്ളത് ഓർക്കണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അപ്രോക്സിമേറ്റ് 200 ml 200 ml വരുന്ന അത്രയും കണ്ടൻസ് മിൽക്കാണ്. കൂടെ തന്നെ 1/2 കപ്പിന്റെ 1/4 ഭാഗത്തോളം വരുന്ന അത്രയും പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഗ്രാമിൽ പറഞ്ഞാല് ഒരു 85 ഗ്രാമോളം പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ചിട്ട് 2 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് നല്ലൊരു പായസം ബേസ് കിട്ടും. ഇനി നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂളാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇത് ഇപ്പൊ പായസം ബേസ് നന്നായിട്ട് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഫ്രൂട്ട്സും കൂടെ ചേർക്കുമ്പോഴത്തേക്കും അത് കറക്റ്റ് പാകാവും. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പോമഗ്രാനൈറ്റ് പേൾസ് മാത്രം ഞാൻ ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ എന്റെ വകയായിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ജെന്റിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല എത്ര ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ക്രീമി ഫ്രൂട്ട് പായസം റെഡിയാണ്. ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ, ഫ്രൂട്ട്സ് അല്ലേ. ഇത്തവണ വിഷുവിന് അലങ്കാരങ്ങളൊക്കെ വെക്കുമ്പോൾ ഫ്രൂട്ട്സും കൂടെ വെക്കുമല്ലോ, അതെല്ലാം കൂടി എടുത്തിട്ട് ഇതുപോലെ ഒരു ഫ്രൂട്ട് പായസം തയ്യാറാക്കി നോക്കൂ കേട്ടോ. പുളിപ്പുള്ളത് മാത്രം ഒഴിവാക്കിയാൽ മതി, ബാക്കിയെല്ലാം ഉപയോഗിക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരൂ കേട്ടോ, കമന്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.